നിങ്ങൾ കോഴിക്കോട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. നമ്മളെ കോഴിക്കോട് നല്ല കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്ന ഒരു ഷോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നാലോ? ഇപ്പൊ ബിരിയാണി ഒക്കെ തിന്നിട്ട് ഇങ്ങനത്തെ ഒരു കൂൾ ഡ്രിങ്ക്സ് ഷോപ്പാണ് നിങ്ങൾ തപ്പി നടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഷോപ്പ് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഫവാസ് മല്ലു സർബത്തേക്ക് വന്നത്. ഹലോ ഹായ്, ഫവാസ് ആണ്. ഇവർ ഈ പ്രാവശ്യം പല വെറൈറ്റി ഡ്രിങ്ക്സ് ആയിട്ടാ വന്നിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ ഞാൻ മാത്രം ട്രൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ഫ്രണ്ട്സിനും കൂട്ടി ഇങ്ങോട്ട് വന്നു. അതിൽ തന്നെ ഓലെ കിക്കാറ്റ് ഫിനാലെ എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തത്. അത് കുടിക്കുമ്പോൾ ഓലെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ആ ഒരു തിക്നെസ് ആണ്. അത് കുടിക്കണതിന് മുന്നേ തന്നെ അതിന്റെ കിക്കാറ്റിന്റെ ഒരു പീസ് അസ്ലം എടുത്ത് കഴിച്ചു കുടിച്ചു കഴിഞ്ഞ് പിന്നെ ഓർഡർ ചെയ്ത സാധനം മഞ്ച് പഞ്ചാണ്. എന്താ പറയാ, അത് കണ്ടപ്പോ എനിക്ക് തന്നെ ഒരു സിപ്പ് എടുക്കാൻ തോന്നി. അത് കഴിഞ്ഞ് ഓരോരുത്തർക്കായിട്ട് അത് നമ്മൾ കൊടുക്കാനും തുടങ്ങി. ഒക്കെ കുടിക്കുമ്പോൾ ഞാനൊരു കാര്യം ചിന്തിച്ചിട്ടുള്ളത്, ഇത്ര ക്വാളിറ്റിയിൽ എങ്ങനെ ഓർക്ക് സാധനം കൊടുക്കാൻ പറ്റും. പിന്നെ ഓർഡർ ചെയ്ത സാധനം ഓലെ കാജു മുഹബത്താണ്. മുകളിലെ നട്സ് ഒക്കെ ഇട്ടിട്ട് ഒരു ഐറ്റം. പിന്നെ പറഞ്ഞിട്ടുള്ള 2 ഐറ്റമാണ് കച്ചമാങ്ങാ സോഡയും അതുമാതിരി തന്നെ ഉപ്പുമാങ്ങാ സോഡയും കേട്ടോ. സത്യം പറഞ്ഞ റമദാനൊക്കെ കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചത് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പോയിന്നല്ലേ. എന്നാ പുതിയൊരു വേർഷൻ ആയിട്ടാട്ടോ ഇന്ന് മല്ലു സർബത്ത് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. എന്തായാലും ഈ 2 മാങ്ങയിൽ വരുന്ന 2 വെറൈറ്റീസ് ഇവിടെ വന്ന മസ്റ്റ് ട്രൈ എന്നേ ഞാൻ പറയും. പിന്നെ നമ്മൾ ട്രൈ ചെയ്ത സാധനം പറക്കും തളി കേട്ടോ. പേര് പോലെ തന്നെ ഒരു പറപ്പിക്കണ സോഡ ഒഴിച്ച പാടന്നെ ആ പൊന്തി വരുന്ന സാധനങ്ങൾ ഒറ്റയടിക്ക് കുടിച്ചില്ല, നിങ്ങൾക്ക് നഷ്ടം. ലാസ്റ്റ് ആയിട്ട് പറഞ്ഞതായിട്ടാണ് മലയാളികളുടെ സ്വന്തം മല്ലു സർബത്ത്. അപ്പൊ എന്നാ പറഞ്ഞത് മറക്കണ്ട, ബിരിയാണിക്ക് കഴിച്ചിട്ട് ഒരു കൂൾ ഡ്രിങ്ക്സ് നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോര്. അപ്പൊ ഷോപ്പ് വരുന്നത് നമ്മൾ കോഴിക്കോട് എടയിൽ ഹോട്ടലിന്റെ തൊട്ടടുത്താട്ടോ ഷോപ്പ് വരുന്നത്. അപ്പൊ ഓക്കെ, ബൈ.